ഞാൻ റഫീഖാണ്. അയ്യാമിൽ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ ബാൽക്കണിയിലെ ഹാൻഡ് റെയിൽ ഒരു സിമ്പിൾ മെത്തേഡ്, ആ രീതി ഒന്ന് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ബാൽക്കണിയെല്ലാം സ്റ്റീലിലാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ അപേക്ഷിച്ച് നമ്മളിവിടെ ചെയ്യുന്നത് GA പൈപ്പിലാണ്. അതിന് മെയിൻ റെയിലായിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് 2x1 സ്ക്വയർ ട്യൂബാണ്. അതും 16 ഗേജിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭിത്തിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു ഹോൾ പട്ടയിൽ 8 mm ആഗർ ബോൾട്ട് വെച്ച് അതിലാണ് നമ്മൾ ഇതിൽ കറക്റ്റ് ചെയ്യുന്നത്. അത് കാണാതിരിക്കാനായിട്ട് നമ്മളൊരു ബേസ് കപ്പ് 2x1 ബേസ് കപ്പ് നമ്മൾ ഇതിന് വേണ്ടി 304-ൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ബാൽക്കണി ഹാൻഡ് റെയിലൊക്കെ ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 90 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റിലാണ് ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വൺ സൈഡ് ലെങ്ത് ഒരു 3 മീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 2 ലെഗ് നമ്മൾ താഴത്തെ റെയിലിൻ്റെ താഴത്തായിട്ടാണ് കൊടുക്കുന്നത്. ആ ലെഗ് ഫുൾ ലെഗായിട്ടല്ല കൊടുക്കുന്നത്, അതൊരു 4 ഇഞ്ച് ഹൈറ്റിലാണ്. പിന്നെ നമ്മൾ ഇതിന് വെർട്ടിക്കൽ പൈപ്പായിട്ട് യൂസ് ചെയ്യുന്നത് 1:1 പൈപ്പാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു 3 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അത് ഈ 2x1 പൈപ്പിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ ഈ പൈപ്പ് നമ്മൾ 1:1 പൈപ്പ് വെർട്ടിക്കൽ വെക്കുന്നത്. അപ്പോൾ അങ്ങേ എൻഡിലും ഇങ്ങേ എൻഡിലും സെൻട്രലുമായിട്ട് ഒരു പൈപ്പ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ കൂടെ ഒരു പൈപ്പ് തന്നെ ഓടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് പോകാം. അങ്ങനെയാണ് ഇതിലിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വെർട്ടിക്കൽ തന്നെ വെക്കുമ്പോൾ തന്നെ ഭംഗിയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരു ഡിസൈനാണിത്. നല്ലൊരു സിമ്പിൾ ഡിസൈനാണ്, കാണാനും ഭംഗിയാണ്. വൈറ്റൊക്കെ അടിച്ചിട്ടാലും അതേപോലെ ബ്ലാക്കും വുഡിൻ്റെ കളറൊക്കെ അടിക്കുമ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൽ വേറൊരു ഡിസൈനും കൂടെയും വരുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് കാണാം അതെന്താണെന്ന്. അങ്ങനെ അവിടെ സ്റ്റെമ്പൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞ് ഇനിയാണ് അടുത്ത ഈ പരിപാടി. 1 ഇഞ്ച് കാലിൻ്റെ ഫ്ലാറ്റാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന. ഒരു ടെംപ്ലേറ്റ് കറക്റ്റ് ചെയ്തിട്ട് ഒരുപാട് പീസ് നമ്മൾ അതിന് വേണ്ടി തന്നെ കട്ട് ചെയ്തെടുക്കും. അത് കട്ട് ഓഫിൽ ഇതിൻ്റെ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോ കള്ളിയിലും വ്യത്യസ്ത രീതിയിൽ തിരിച്ചും മറിച്ചോ എന്നുള്ള രീതിയിലാണ്. ഇതിന് പ്രത്യേക അളവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കണ്ണിന് തോന്നുന്ന രീതിയിൽ നല്ലൊരു ഭംഗി എങ്ങനെയാണോ ആ രീതിയിലൊക്കെ വെക്കാം. അതിന് പ്രത്യേക അളവൊന്നുമില്ല. പിന്നെ ഈ മുറിച്ചിരിക്കുന്ന അളവെന്ന് പറയുമ്പോൾ എല്ലാ ഗ്യാപ്പും തുല്യ കാരണം ഒരു ടെംപ്ലേറ്റിൽ തന്നെ നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് ഓരോ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേപോലത്തെ ഡിസൈൻ തന്നെയുള്ള ഗ്രില്ലും അതേപോലെ തന്നെ പാർട്ടീഷൻ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഡിസൈൻ തന്നെ മാച്ചാകുന്ന രീതിയിലാണ് ഇപ്പോൾ ബാൽക്കണി ഹാൻഡ് റെയിലും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും ഇതേ രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതേ എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയായില്ലേ? ഇതൊക്കെ പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ലുക്കായിരിക്കും. അപ്പം പെയിൻറ്റിങ് കഴിയാൻ നേരത്ത് എന്തായാലും ഇതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ ഷോർട്സ് ഇടുന്നതാണ്. അതിന് മുന്നേ ഞാൻ ഫുൾ വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിലും ഇതിലൂടെ പറയാവുന്നതാണ്. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഡിസൈൻ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വെൽഡിങ് എല്ലാം കഴിഞ്ഞു. സംഭവം ഇനി ഗ്രൈൻഡിങ് ആണ്. എല്ലാം നല്ല ഫേസ് നല്ല ഫിനിഷായിട്ട് ഗ്രൈൻഡ് ചെയ്യും. അതേപോലെ തന്നെ അകത്ത് നമ്മൾ ചെറുതായിട്ടൊക്കെ ഗ്രൈൻഡ് ചെയ്യത്തുള്ളൂ. അത് ഒരുപാട് ഫുള്ളായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫേസ് മാത്രം നല്ല രീതിയിൽ ചെയ്തിട്ട് അകത്തൊന്ന് റഫായിട്ടൊന്ന് ഓടിച്ചു വിട്ടാൽ മതി. പിന്നെ ഇതേ ഡിസൈൻ തന്നെ നമുക്ക് ടോപ്പിൽ റെയിലായിട്ട് 1.5 സ്ക്വയറും അതേപോലെ തന്നെ 3/4 ഇഞ്ച് പൈപ്പിലും ഒക്കെ ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ഇത് 2:1 ചെയ്തിരിക്കുവാണ്. കാര്യം 2:1 ഭംഗിയാണ്, ഇത്തിരി കൂടി ആ ഒരു ഇത് കാണിക്കും. പക്ഷേ സാധാരണ ഞങ്ങൾ ചെയ്യുന്ന 1.5 സ്ക്വയറിലാണ്. എങ്ങനെയുണ്ട് പോത്തെ? അടിപൊളിയായില്ലേ? അപ്പോൾ ഇനി പെയിൻറ്റിങ് കഴിയുമ്പോൾ ഒരു ഷോർട്സ് എന്തായാലും വരും. അപ്പം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.